ഉത്രാടപ്പാച്ചിൽ കേട്ടിട്ടുണ്ടാവൂല്ലേ? പക്ഷെ എനിക്കിന്ന് തിരുവോണപ്പാച്ചിലായിരുന്നു. ലേറ്റ് നൈറ്റ് മൂവി കഴിഞ്ഞ് വന്നോണ്ട് ഒരു 10 മണിയായിട്ട് ഞങ്ങൾ എഴുന്നേക്കും. ഇതാണ് കേട്ടോ ഇന്നെന്റെ ബ്രേക്ക്ഫാസ്റ്റ്. 11 മണിക്ക് എനിക്കൊരു പ്രൊമോഷൻ ഷൂട്ട് ഉണ്ട്. അത് നെസ്റ്റോയിലാണ്. ടീ ടൈമിൽ ഒരു ചായയും കുടിച്ച് നേരെ നെസ്റ്റോയിൽ. അവിടെ ചെന്ന് 2 ഫ്ലോറും കയറി ഇറങ്ങി പ്രൊമോഷൻ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 1 മണി. മൂത്ത മോനെ അവന്റെ ഫ്രണ്ട് കാർത്തിക്കിന്റെ വീട്ടിലാണ് ഇന്ന്. അതുകൊണ്ട് അവനെ കൊണ്ട് നേരെ കാർത്തിക്കിന്റെ വീട്ടിൽ. പക്ഷെ ഇന്ന് റോഡിൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അവനെ റോഡിൽ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ നേരെ ആട്ടോ സ്പൈസസ്. സദ്യ ആയാലും മീൽസ് ആയാലും ഞാനും സനോ ഇവിടുന്ന് കഴിച്ചു. ഷോപ്പിലെ സ്റ്റാഫ്സിനും സദ്യ ഇവിടെ നിന്നാണ് ഓർഡർ. സദ്യ എടുക്കുന്നതിനിടെ അവിടുത്തെ സ്റ്റാഫ്സ് കുറച്ച് പായസം ഒക്കെ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ബ്ലോക്കിൽ. ഇന്നാണെങ്കിൽ നല്ല ചൂടുണ്ട്. പിന്നെ നേരെ ഷോപ്പിലെത്തി. സ്റ്റാഫ്സിന്റെ കൂടെ നിയാസും മാഹിനും വെയിറ്റ് ചെയ്യുന്നുണ്ടായിട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഓണായിട്ട് മാഹിം പോയി ചിക്കൻ ബിരിയാണി കഴിച്ച കഥയാണ് പറയാം. എനിക്കൊക്കെ പിന്നെ ഓണം എന്ന് കേട്ടാലേ സദ്യയാണ് ഓർമ്മ വരാം. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യൂ. പിന്നെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ പമ്പിൽ കയറി അവിടുന്ന് നേരെ വീട്ടിലേക്ക്. അതിനിടയ്ക്ക് ചെറിയ 2 പേര് അടുത്തുള്ള അവരുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് സദ്യക്ക് വിളിച്ചു. അതുകൊണ്ട് ഞങ്ങൾ വീടെത്തിയപ്പോ അവരില്ലാട്ടോ. പെട്ടെന്നൊന്ന് ഹോള് ക്ലീൻ ചെയ്ത് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും സദ്യ കഴിക്കാനിരുന്നിട്ടോ. സനുവിന് സദ്യയിലെ എല്ലാ കറിയും ഇങ്ങനെ കൊഴിച്ച് കഴിക്കാനായിട്ട് ഇഷ്ടം. പക്ഷെ എനിക്കാണെങ്കിലോ എല്ലാ കറിയും ഇങ്ങനെ തൊട്ട് ഓരോന്നായിട്ട് എടുക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. സദ്യയും പായസമൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ തിരുവോണപ്പാച്ചിലും സദ്യയൊക്കെ കഴിഞ്ഞ് ആകെ ഒരു പരിവായിട്ടോ. ഇനി ഒന്ന് കിടക്കണം. ഇനി എഡിറ്റിംഗ് ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് റീലിൽ കാണാം.